ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതിനകത്ത് ഇന്ന് ഇത്തിരി ക്ഷീണമുള്ള ദിവസമാണ്. എന്താണെന്നറിയില്ല, ഒരു പനിയുടെ ഒരു കോളുണ്ടോയെന്നൊരു സംശയം. വായിക്ക് ടേസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ ഒരു ഇത്. അന്നേരം ഞാൻ ഓട്സ് ഉണ്ടാക്കി അതിനകത്ത് തേങ്ങ ചമ്മന്തി കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് അങ്ങ് ആഡ് ചെയ്തു. അന്നേരം എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വായിക്ക് ടേസ്റ്റ് ഒട്ടുമില്ല. പിന്നെ ഞാൻ 2 മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ആപ്പിൾ കഴിച്ചു നിർബന്ധത്താൽ, അതാണല്ലോ സിസ്റ്റം. അന്നേരം ഒരു ഹാഫ് ആപ്പിൾ കഴിച്ചു. ഇന്ന് നമ്മൾ പനി അങ്ങനെ വീക്കായിട്ട് വയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കില്ല. അങ്ങനെ ഒരിക്കലും കഴിക്കാതിരിക്കരുത് കേട്ടോ. നമുക്ക് ബോഡിക്ക് വേണ്ടത് കുറച്ച് കൊടുത്തേ പറ്റൂ. അന്നേരം കഞ്ഞി, ഇപ്പം പനി വന്നാൽ എല്ലാവരും കഞ്ഞിയിലേക്ക് പോകും. കഞ്ഞി കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാർബ് കണ്ടമാനം കയറി പോകും. അന്നേരം ഓട്സ് ആണെങ്കിൽ കാർബ് ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഓട്സിന്. ഫൈബർ കണ്ടൻ്റൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അന്നേരം എപ്പോഴും പ്രിഫർ ചെയ്യണം ഓട്സ് കഞ്ഞി ഉണ്ടാക്കാൻ പനിയൊക്കെ വരുമ്പോൾ. അന്നേരം ഉണ്ടാക്കാനും എളുപ്പമാട്ടോ, ഭയങ്കര ഈസിയാണ്. ഇതാണെങ്കിൽ ഇത്തിരി വേവ് കൂടുതലുള്ള ഓട്സാണ്. ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് ഓട്സ് ഇട്ട് ആ ചൂടുവെള്ളം ഇട്ട് അടച്ച് വെച്ചാൽ മതി. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാവും. ഇത് ഞാൻ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഭയങ്കരമായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? അന്നേരം വലിയ തലവേദന പിടിച്ച പരിപാടിയൊന്നുമില്ല, വെരി ഈസി. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, ഹെൽത്ത് വൈസ് ഓക്കെയാണ്, വെയിറ്റ് ഗെയിനും സംഭവിക്കില്ല. അന്നേരം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിലായ പനിയൊക്കെ വരുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. ഞാൻ മുട്ട എന്ന് വെച്ചാൽ പ്രോട്ടീനാണല്ലോ, അതെന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല, അതെന്തായാലും മസ്റ്റ് ഹാവ്. അന്നേരം അത് കഴിച്ചു. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അന്നേരം നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.